ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ആലോചനകളും പ്രവൃത്തികളും മാനുഷികം വരികയിൽ അത് നശിച്ചു പോകും, ദൈവികമെങ്കിലോ അത് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിൻ്റെ പിന്നോടിയായിട്ട് അതിൻ്റെ ചരിത്ര ഭാഗം നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റ് വ്യക്തികളിൽ അറിയിച്ചതുകൊണ്ട് തന്നെ അവിടെ അപ്പോസ്തലന്മാർക്ക് അനേക പീഡകളും നിന്ദകളും പ്രയാസങ്ങളും സഹിക്കേണ്ട ഒരു സാഹചര്യത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അപ്രകാരം പീഡകളിലും നിന്ദകളിലും അല്ലെങ്കിൽ കഷ്ടത്തിന്റെ അനുഭവങ്ങളും അപ്പോസ്തലന്മാർ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ഈ യഹൂദന്മാരിൽ പെട്ട ഒരു വ്യക്തിയാണ് ധർമ്മ ഉപദേഷ്ടാവായിരിക്കുന്ന ഗമാലിയൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളൊന്നും ദൈവഹിതമില്ല അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നാം ഈ വാക്യത്തിൽ ആഴമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മീക അർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമല്ലാത്ത ഒരു കാര്യവും അത് നിലനിൽക്കുകയില്ല എന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ അത് മാനുഷികമായിട്ട് നാം ചെയ്യുന്നത് ഒന്നും അത് നിലനിൽക്കുകയില്ല എന്നതാണ്. നാം അത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയായിരിക്കാം, വിവാഹമോ മറ്റു കാര്യാദികളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ മേഖലകളിലോട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിന്റെ പണികളായിരിക്കും. എന്ത് തന്നെയാകട്ടെ, മാനുഷികമായിട്ട് തിരഞ്ഞെടുക്കുന്ന, മാനുഷികമായിട്ട് നാം തീരുമാനിക്കുന്ന കാര്യാദികളും മാനുഷികമായിട്ട് നാം സമീപിക്കുന്ന കാര്യങ്ങൾ എല്ലാം അത് നശിച്ചു പോകും എന്ന് വചനം പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവികമെങ്കിൽ അതിനെ ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കാതെ അത് നീണ്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ദൈവഹിതം ആണോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിയണം. ദൈവഹിതം അല്ല എങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദോഷമായിട്ട് ഒന്നും കർത്താവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. അവൻ നമ്മുടെ പ്രവൃത്തികളെല്ലാം കർത്താവ് അറിയുന്നു. സങ്കീർത്തനം 139 അതിന്റെ 2-3 വാക്യങ്ങൾ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നടപ്പും സകലവും കർത്താവ് അറിയുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ദൈവഹിത പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ മാനുഷികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് പൂർണ്ണ പരാജയത്തിലേക്ക് പോകാറുണ്ട്. നാം മനസ്സിലാക്കുക, നാം ചിന്തിക്കുക. മാനുഷികമായിട്ട് നാം ഒരു കാര്യത്തെ സമീപിക്കുന്നതിന് മുന്നോടിയായിട്ട് നാം ഓർക്കുക, ഇന്ന കാര്യം അത് ദൈവഹിത പ്രകാരമാണോ, ദൈവഹിത പ്രകാരമുള്ളതാണോ എന്ന് നാം ഉറച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്രകാരം തന്നെ ദൈവഹിത പ്രകാരം മാനുഷിക തീരുമാനങ്ങളായിട്ടല്ല, ദൈവിക തീരുമാനങ്ങളോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.